ശ്രീ ശങ്കുട്ടിദാസ് അങ്ങ് നേരത്തെ പറഞ്ഞു ഈ കാര്യം ഈ കേരള സ്റ്റോറി BJP ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒന്നല്ല, അതിന്റെ അണിയറയിൽ BJP ഇല്ല, BJPക്കല്ല അതിന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ. അമിത് മാളവ്യ, നിങ്ങളുടെ IT സെല്ലിന്റെ ദേശീയ കൺവീനർ, അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നല്ലോ, ദി കേരള സ്റ്റോറി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സ്റ്റോറീസ്, ഇറ്റ് ഈസ് ഷോക്കിംഗ് ആൻഡ് ഡിസ്റ്റർബിംഗ് എന്നാണ് അദ്ദേഹം ആ ട്വീറ്റിൽ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ലവ് ജിഹാദ് ഈസ് റിയൽ ആൻഡ് ഡേഞ്ചറസ് എന്നാണ്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പോയി പറയാം ലവ് ജിഹാദ് ഇല്ല, എന്നിട്ട് നിങ്ങളുടെ IT സെല്ലിന്റെ കൺവീനർ എന്നിട്ട് പറയാം ലവ് ജിഹാദ് റിയൽ ആണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു പാർട്ടി എന്ന രീതിയിലോ രാജ്യത്തെ നയിക്കുന്ന സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന രീതിയിലോ ഒരു ഏകാഭിപ്രായമോ ഉത്തരവാദിത്വ ബോധമോ ഇല്ലേ? ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. നിങ്ങൾ ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് എന്താണെന്നത് മനസ്സിലാക്കണം. അമിത് മാളവ്യ പറഞ്ഞത് ശരിയാണ്, ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. ഈ കേരള സ്റ്റോറിയുടെ അവസാനം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 സ്ത്രീകളുടെ, അതിലൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണല്ലോ, ആ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. മറ്റൊരു സ്ത്രീ, ആ ഗ്യാങ് റേപ്പിന്റെ വിക്ടിം ആവുന്ന സ്ത്രീ, ആ സ്ത്രീ തന്നെ വന്നിട്ട് അവരുടെ അനോണിമസ് ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ ആശ്രയിച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കേരള സ്റ്റോറി എന്ന് പേര് വന്നത്. 2, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോന്നാ പാർലമെന്റിലെ ചോദ്യം. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ പീനൽ കോഡിലോ ഇന്ത്യയിൽ അതുവരെ നിലവിൽ നിന്നിരുന്ന ഏതെങ്കിലും നിയമത്തിലോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു ഒഫൻസിന് കീഴിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കേരളത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എന്നാൽ ഏതെങ്കിലും ലീഗൽ ടെർമിനോളജിയിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം പരാമർശിക്കപ്പെടുമോ? നിയമത്തിൽ നിർവചിക്കപ്പെടാത്തൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്നർത്ഥം അന്ന് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന് പറയുന്നത് ബോധപൂർവം ആളുകളെ വിഡ്ഢികളാക്കുന്ന എന്നുള്ളതായിരുന്നു. അങ്ങ് പറഞ്ഞത് ഭാഗികമായി ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കാം. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പദം നിർവചിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇത് ആധാർ സമ്മേളനം ഈ സിനിമയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അല്ല, അതിനങ്ങ് ഗ്രാൻഡഡായി എടുക്കല്ലേ? അങ്ങ് പറഞ്ഞതിന് ഞാൻ ഭാഗികമായി എന്നാണ് പറഞ്ഞത്. അതായത് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടല്ല, അന്ന് അമിത്ഷാ ഉപയോഗിച്ച വാചകങ്ങൾ ഇതാണ്. അങ്ങനെ ഒരു സംജ്ഞയില്ല. കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ, കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ള എത്ര കേസുകൾ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ടെന്നാണ്. അന്ന് അങ്ങനെ ഒരു പ്രവണതയില്ല എന്ന് ഈ പറയുന്ന അമിത്ഷാ പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാമോ? അല്ലേ? ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ മുഴുവിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടില്ല. എന്തായിരുന്നു പറഞ്ഞത്? കേട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ശരി. അപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒന്നില്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് മന്ത്രി പാർലമെന്റിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എന്ന് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ലെന്നെങ്കിലും നിങ്ങൾ സംഭവിക്കുമല്ലോ. അങ്ങനെയല്ല കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ബെന്നി ബെഹനാൻ ചോദിച്ചത്. ഞാൻ സമ്മതിക്കുമോ എന്നങ്ങ് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഖണ്ഡിക്കേണ്ടി വരുന്നത്. തുടർച്ചയായിട്ട് ഇടപെടുന്നതിനോട് എനിക്കും താല്പര്യമില്ല ശ്രീ ശങ്കുട്ടിദാസ്. അങ്ങനെയല്ല, ബെന്നി ബെഹനാൻ ചോദിച്ച കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വിശദീകരിക്കുകയാണ് ശ്രീ ശങ്കുട്ടിദാസ്. വീണ്ടും വിശദീകരിക്കാതിരിക്കും, വളരെ ലളിതമായി പറയൂ. കേന്ദ്രത്തിന് മുന്നിൽ എത്ര കേസുകൾ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ അങ്ങനെ ഒരു കേസും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇതാണ് എന്റെ ചോദ്യം. അതല്ല കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്. കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു കേസും കേന്ദ്രത്തിന് മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് അതിനർത്ഥമുള്ളൂ. 2, ഇപ്പോൾ ലവ് ജിഹാദ് എന്നതിന് പറയും റൊമാൻറ്റിക് ജിഹാദ് എന്ന വാക്ക് പ്രയോഗിക്കപ്പെടാറുണ്ട്. റൊമാൻറ്റിക് ജിഹാദ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനും ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം നിയമത്തിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. 2, ഇനി എൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആരോപണം BJPയുടെയോ RSSൻ്റെയോ നേരത്തെ പറഞ്ഞ ഹിന്ദു ജനജാഗ്രതാ സമിതിയുടെയോ നിർമ്മിതിയല്ല. 2009 ഹിന്ദു ജനജാഗ്രതാ സമിതി 30,000 ആളുകളുടെ കണക്ക് പറഞ്ഞ് അതിന് മുൻപാണ് കേരളത്തിലെ തന്നെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ സംഘടനയായിട്ടുള്ള KCBC 2009 4,000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ റിലീജിയസ് കൺവെർഷന് വളരെ ഓർക്കസ്ട്രേറ്റഡ് എഫർട്ട് മൂലമുള്ള ഓർഗനൈസ്ഡ് കൺവെർഷന് വിധേയരായിട്ടുണ്ടെന്ന് KCBC പറയുന്നത് 2009 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KCBCയും SNDPയുമാണ് ആദ്യമായി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. 2009 തന്നെയാണ്
SNDP വെള്ളാപ്പള്ളി നടേശൻ ഈഴവ പെൺകുട്ടികളെ ബോധപൂർവ്വം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി വ്യവഹാരത്തിൽ 2009 ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT ശങ്കരൻ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കേസുകൾക്ക് പിന്നിൽ ഒരു കോൺസെൻട്രേറ്റഡ് എഫർട്ട് ഉണ്ട്, ഒരു സംഘടനയുടെ സംഘാടകത്വം ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് 2012 ജേക്കബ് പുന്നൂസ് പറഞ്ഞത് ഞങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ആരാണ്? BJP അല്ല, RSS അല്ല, ഹിന്ദു ജനജാഗ്രതാ സമിതി അല്ല. ഒന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജി, 2 SNDP, 3 KCBC. KCBC 2019 ഈ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ആർച്ച് ബിഷപ്പ് വായിച്ചിട്ടുള്ള ലേഖനത്തിൽ SNDPക്കോ സിറോ മലബാർ സഭയ്ക്കോ ഇങ്ങനെ പലർക്കും ഈ വക കാര്യങ്ങളിൽ അവരുടെ സമുദായത്തിന്റെ നിലപാട് പറയാം. അത്തരം കാര്യം പാർലമെന്റിൽ ചോദ്യത്തിന് മുന്നിൽ വരുമ്പോൾ അങ്ങനെ ഒരു സംജ്ഞയില്ല എന്ന് അദ്ദേഹത്തിന് സാങ്കേതികമായി പറയാമെങ്കിലും അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാം. അങ്ങനെ ഒരു പ്രവണതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതിനെ ഇനി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, നിർവചിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അദ്ദേഹത്തോട് ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യം വളരെ വ്യക്തമാണ്. ഇത് കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കിനി അതിൻ്റെ മുകളിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓൺ റെക്കോർഡ്, ദാറ്റ് ഈസ് ഓൺ ടേബിൾ. 2, ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണം ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു ഗ്ലോബൽ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ മ്യാൻമാറിൽ നടന്നിട്ടുള്ള അശ്വിൻ വിരാധുവിൻ്റെ നേതൃത്വത്തിലുള്ള 969 മൂവ്മെൻറ്റ്, അവിടെ ഉണ്ടായിരുന്ന റോഹിംഗ്യൻ മുസ്ലിം എക്സ്ട്രീമിസത്തിനെതിരെ ഒരുപക്ഷെ അഹിംസാവാദികളാണ്, നിരായുധരാണ് ണെന്ന് പറയുന്ന ബുദ്ധ സന്യാസിമാർ ആയുധം കയ്യിലെടുത്ത് നടത്തിയിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്, 969 മൂവ്മെന്റ്. അതിന് മൂലകാരണമായിട്ട് അന്ന് 969 മൂവ്മെന്റ് പറഞ്ഞത് ലവ് ജിഹാദ് ആയിരുന്നു. അവിടുത്തെ മ്യാൻമാറിലെ ആർമി ലോകത്ത് എവിടെയെങ്കിലും എനിക്ക് വ്യക്തമായ അറിവില്ല, എനിക്ക് അതിൽ തർക്കിക്കാൻ കഴിയുകയില്ല. എവിടെയെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഭീകരവാദം ലോകത്ത് എവിടെയും ഇല്ലായിരിക്കില്ല. പക്ഷെ അത് കേരളത്തിൽ അതിന്റെ നഴ്സറിയാണ്. കേരളം അതിനെ പരിപോഷിപ്പിക്കുന്നതെന്ന് പറയുന്നിടത്താണ് കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംജ്ഞയില്ല എന്നുള്ളത് ശരി. അത് ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇവിടെയും പ്രതിഷേധം ഉണ്ടാകുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, കേരള സ്റ്റോറി എന്ന് പേരിട്ട് വിളിക്കുന്നിടത്താണ് ഈ പ്രശ്നമുള്ളത്. ഈ പറയുന്ന അമിത് മാളവ്യ പറഞ്ഞതും കേരള സ്റ്റോറി എന്നുള്ളതാണ്. ഇവിടെ ലവ് ജിഹാദ് റിയൽ ആണ് എന്നാണ് അദ്ദേഹം ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പറയുന്നത്. അത് പ്രചാരണമാണെന്ന് നിങ്ങളുടെ IT സെല്ലിന്റെ ദേശീയ കൺവീനർ അല്ലേ? അത് പ്രചാരണമല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കോ? അത് പ്രചാരണമല്ല, അത് വസ്തുതയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നൊരു ഗ്ലോബൽ പാറ്റേൺ ആണ്. അത് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ മേർവാൻ്റെ കാര്യം പറഞ്ഞു. യു കെയിലെ സിഖ് ജസ്റ്റിസ് ഫോറം എന്ന് പറയുന്ന അവിടുത്തെ സിഖ് ഡയസ്പോറയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സംഘടന സിഖ് പെൺകുട്ടികളെ ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനിലൂടെ മതം അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യം വിശദീകരിച്ച് ഇവിടുത്തെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമം അങ്ങ് നടത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. മറ്റ് നിവൃത്തിയില്ല. കാരണം ഈ സിനിമയുടെ പേര് ദ സ്റ്റോറി അദ്ദേഹത്തിന്റെ അല്ലല്ല ഒരു മിനിറ്റ്, അദ്ദേഹത്തിന് തന്നെ നേരത്തെ ശ്രീ വസന്ത് സിരേഖ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻ ദ നെയിം ഓഫ് ലവ് എന്ന് തന്നെ ആയിരുന്നെങ്കിൽ പോലും പ്രശ്നമില്ലെന്നേ. ചില പ്രവണതകളെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ആശയങ്ങളുടെ ഭാവനയുടെ തൊങ്ങല് ചേർത്ത് പറയാം. പക്ഷെ ഇത് കേരള സ്റ്റോറി എന്നാണ്. എവിടെയെങ്കിലും നടക്കുന്ന പ്രവണതകൾ കേരളത്തിന്റെ കഥയെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിനെതിരെ ഇവിടെ പ്രതിഷേധമുണ്ടാകും എന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് ലോക ചരിത്രം മുഴുവൻ പറയുന്നത് കൊണ്ട് അതിനെ സാധൂകരിക്കാൻ കഴിയില്ല.